ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഉമ്മൻചാണ്ടി കല്ലിടാത്ത ഏതെങ്കിലും പദ്ധതി കേരളത്തിലുണ്ടോ? മിനിയാന്ന് ഗവർണർ പോയിട്ട് ഉദ്ഘാടനം ചെയ്തൊരു പരിപാടി ഉണ്ടല്ലോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡിജിറ്റൽ സയൻസ് പാർക്ക്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുത്തൂരെ ബയോളജിക്കൽ സയൻസ് പാർക്ക്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ വരുത്തിയ മാറ്റം, കേരളത്തിൻ്റെ ഗുഡ് ഗവേണൻസിന് വന്ന മാറ്റം? കെ സ്മാർട്ട് പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കല്യാണം കഴിച്ച അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കെ സ്മാർട്ട് പദ്ധതി മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ 3 മിനിറ്റകം ലൈസൻസ് കിട്ടുന്ന ഒരു പദ്ധതി വ്യവസായ വകുപ്പ് ആരംഭിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യതയേ ഉള്ളൂ. എല്ലാ പി ആറോടെ നിൽക്കട്ടെ, ഇന്ത്യ സർക്കാർ പി ആറാണോ? ഇന്ത്യ സർക്കാരിൻ്റെ ഏതെങ്കിലും വകുപ്പ് ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്താൽ കേരളം 2ാം സ്ഥാനത്തായൊരു കാര്യമുണ്ടോ? 2ാം സ്ഥാനത്തായൊരു കാര്യം, ശിശുമരണമായിക്കോട്ടെ മാതൃമരണമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു കാര്യം 10 കൊല്ലം കൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ്. ഇത് വളരെ മുന്നോട്ട് പോയി. കിബ് ഇതാ 1,10,000 കോടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ആ കിബിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ചെന്നിത്തല പറഞ്ഞത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം. അത് യാഥാർത്ഥ്യമാണെന്ന് പറയുന്നൊരു മീറ്റിങ്ങിൽ വന്നിരിക്കാൻ അല്പം ബുദ്ധിമുട്ടും. അതാണ് പ്രശ്നം. അത് സത്യമാണ് എന്നും യാഥാർത്ഥ്യമാണെന്നും പറയുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കാൻ അല്പം ബുദ്ധിമുട്ടും. കെ ഫോൺ എന്തിനാണെന്ന് ചോദിച്ച ചെന്നിത്തലയ്ക്ക് ഇത് വന്ന് കാണാൻ പറ്റുന്ന മനക്കരുത്തുണ്ടോ? അത്രയൊന്നും ആരോഗ്യം ചെന്നിത്തലയ്ക്കില്ല. അത്രയൊന്നും മനസ്സുറച്ചിരിക്കാനുള്ള ശേഷിയൊന്നും പ്രതിപക്ഷ നേതാവിനില്ല. നുണയുടെ കുമ്പിളകളാണ്. ഇപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ശബരിമലയിൽ ഒറ്റ വാക്ക് അക്കാര്യത്ത് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇതേവരെ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഘത്തിന് ചെലവഴിച്ചത് 3 കോടിയാണ്. ആ 3 കോടി രൂപയും സ്പോൺസർമാർ അവിടെ കൊണ്ടു കൊടുത്തിട്ടുമുണ്ട്. പിന്നെ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസയും പുറത്തു പോയിട്ടില്ല, ഒരു പൈസയും ചിലവും ചെയ്തിട്ടില്ല. ബാക്കി സ്പോൺസർമാർ വരുമ്പോൾ കൊടുക്കാനുള്ള ബാക്കി കാശ് കൊടുക്കും. സർക്കാരോ ദേവസ്വം ബോർഡോ ഒരു വെള്ളി രൂപയും ചിലവഴിച്ചിട്ടില്ല. പക്ഷേ സംഘപരിവാർ പശ്ചാത്തലമുള്ള ചില ആളുകൾ ഓഡിറ്റ് ചെയ്ത്, ഓഡിറ്റാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ പ്രതീക്ഷിച്ച ചെലവിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ട്, വയനാട്ടിലെ എസ്റ്റിമേറ്റ് പോലെ. ആ എസ്റ്റിമേറ്റ് എടുത്ത് മാധ്യമങ്ങൾ കൊടുത്ത് 2 ദിവസമായിട്ട് മുഖ്യമന്ത്രിക്ക് കുറേ കട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മാത്രം കട്ടിൽ വേണം മുഖ്യമന്ത്രിക്ക് കിടക്കാൻ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ കേട്ടായിരുന്നു 1 കോടി രൂപയുടെ കാറോ മറ്റോ മുഖ്യമന്ത്രി വാങ്ങിക്കാൻ പോണു. പിന്നെ അത് കണ്ടില്ല. ഇടയ്ക്കൊരു പത്രത്തിൽ വാർത്ത വന്നത് 100 കോടി രൂപയ്ക്ക് കാറ് വാങ്ങിക്കുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി. ഇതൊക്കെയാണ് കേരളം. നിങ്ങൾക്ക് നറേറ്റീവ്സ് കൊണ്ടേ നിങ്ങൾക്ക് പ്രവർത്തിക്കാനാവും. ഒരു കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട്. മണിശങ്കർ അയ്യർക്ക് നല്ല ധാരണയുണ്ട് കേരളം എത്രത്തോളം വികസിച്ചു. ഇന്ത്യ രാജ്യത്തിൻ്റെ ഏത് വിവരമാണ് വിഭവ സൂചികയുടെയോ മനുഷ്യവികാസ സൂചികയുടെയോ ഏത് വിവരമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്തത്? നിങ്ങൾക്ക് മണിശങ്കർ അയ്യരെ പറ്റിക്കാൻ പറ്റുമോ? ഞാൻ പറയുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട്, അദ്ദേഹം നല്ല ഒരു വിദഗ്ധനാണല്ലോ, മണിശങ്കർ അയ്യരുമായിട്ട് കേരള വികസനത്തെക്കുറിച്ചൊരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ? ഒരു ഓപ്പൺ ഡിസ്കഷൻ. പ്രതിപക്ഷ നേതാവും മണിശങ്കർ അയ്യരും തമ്മിൽ പരസ്പരം ചർച്ച നടത്തട്ടെ. ഇന്ത്യയിൽ കേരളത്തെ പോലെ വികസിച്ച ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഉണ്ടോ? എന്താ കേരളത്തിൻ്റെ കുറവ്? ഇടതുപക്ഷത്തെ വിട്ടേരും, മണിശങ്കർ അയ്യരും സതീശനോട് ചർച്ച ചെയ്യട്ടെ. അതിന് പകരം അലവലാതി എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? അത് ശരിയായില്ല. രാജീവ് ഗാന്ധിയുടെ കൂടെ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവിനെ അലവലാതി എന്ന് വിളിക്കുകയും അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന വി.ഡി. സതീശൻ്റെ നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിരിച്ചറിയുക, ഇടതുപക്ഷം ഈ 10 കൊല്ലം അത്യധ്വാനം ചെയ്ത് നവകേരളത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഇതിപ്പോൾ പറയുന്നത് ഒരു 6 മാസത്തെ പ്രക്രിയയായിരുന്നു ഈ പരിപാടി ഉണ്ടാക്കൽ. ഒരു കാലത്ത് നിങ്ങൾ സഹകരിച്ചില്ല. നിങ്ങൾ കേരള ബാങ്ക് പിരിച്ചുവിട്ടാൽ ഈ പരിപാടി നടക്കുമോ? കിബി പിരിച്ചുവിട്ടാൽ കേരളം 2030 നിന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞതെന്താണ്? ലൈഫ് മിഷൻ പിരിച്ചുവിടും, വീട് വെക്കാൻ പറ്റുമായിരുന്നോ? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പിരിച്ചുവിടും, ആനന്ദരം മിഷൻ പിരിച്ചുവിടും. ഇതല്ലേ നിങ്ങളുടെ വാദം? ഒറ്റ ചോദ്യമുള്ളൂ പുതുയുഗ യാത്രയിൽ. എന്താണ് ചോദ്യം? എന്താണ് നിങ്ങളുടെ പുതിയ പരിപാടി? നിങ്ങളുടെ വിസ്മയം എന്താണ്? നിങ്ങളുടെ പുതിയ പരിപാടി എന്താണ്? എന്തായാലും അതുക്കും മേലെ വേണമല്ലോ. പിണറായി സർക്കാർ കാണിച്ചതിന് മേലെ വേണമല്ലോ. LDF ഇപ്പോൾ കാണിച്ചതിനേക്കാൾ മേലെ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഒരെണ്ണം പറ. ബഹുമാനപ്പെട്ട റജിയോട് ഞാൻ പറയുകയാണ്, ഒരെണ്ണം പറയണം. 10 എണ്ണം ഒന്നും പറയണ്ട, ഒറ്റ ഒരെണ്ണം. റജി, അങ്ങ് പറയുന്നത് സതീശനെ കൊണ്ട് നാളെ പറയിപ്പിക്കുകയും വേണം. ഇത്രയുള്ള എൻ്റെ വാദം.